ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറ്ററിനറി സയൻസിനകത്ത് വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തിട്ടില്ല, നമുക്ക് ഓറലി കുറച്ച് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ടെമ്പറേച്ചർ ഓഫ് എഡിബിൾ ഒഫാൽ റൂം നോട്ട് എക്സീഡ്? എഡിബിൾ ഒഫാൽ റൂമിൻ്റെ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് എക്സീഡ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 3 ഡിഗ്രി സെൽഷ്യസിന് മേലെ കൂടാൻ പാടില്ല എന്നാണ്. ഓക്കെ, ഷുഡ് നോട്ട് എക്സീഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. എഡിബിൾ ഒഫാൽ റൂം, എഡിബിൾ ഒഫാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയില്ല, അതിൻ്റെ ആ റൂമിൻ്റെ, അതായത് നമ്മൾ ഒഫാൽസ് കീപ്പ് ചെയ്യുന്നുള്ള ആ റൂമിൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് എത്രയായിരിക്കും വരിക? 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഓൺസെറ്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് റിഗർ മോർട്ടിസ്? സോ റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള എന്താണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഒന്ന് മസിൽ കളറ്, പിന്നെ പോസ്റ്റ്മോർട്ടം, pH ചേഞ്ചസ്, പിന്നെ ടൈപ്പ് ഓഫ് ഫീഡ്, പിന്നെ വരുന്നുള്ളത് എൻവയോൺമെൻറ്റൽ ഹ്യൂമിഡിറ്റിയാണ്. പിന്നെ അത് കറക്റ്റ് വരിക പോസ്റ്റ്മോർട്ടം pH ആണ്. സോ റിഗർ മോർട്ടിസിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടം, അതായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നുള്ള ആ ഒരു pH ചേഞ്ച്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എത്രയാണ്? 540 പഠിച്ചിട്ടുണ്ടായിരുന്നു, 220 പഠിച്ചിട്ടുണ്ടായിരുന്നു, 110 ലക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മാക്സിമം ലക്സ് ലെവൽ ഫോർ വർക്ക് റൂമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് അത് എത്രയാണ്? 110 ലക്സ് ആണ്. ഓക്കെ, 110 ലക്സ് ആണ് നമ്മൾ മാക്സിമം വർക്ക് റൂമിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ പ്രോസസ്സ്? അപ്പോൾ ആൻറ്റിമോർട്ടം എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ പ്രോസസ്സിൻ്റെ ക്രിട്ടിക്കൽ പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമലിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ നമ്പർ ഓഫ് ആനിമൽസ് മെഷർ ചെയ്യുക, പിന്നെ മീറ്റിൻ്റെ ടെൻഡർനെസ് മെഷർ ചെയ്യുക, പിന്നെ ആനിമലിൻ്റെ ബിഹേവിയറും ക്ലെൻലിനെസ്സും മെഷർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആൻറ്റിമോർട്ടത്തിൽ പ്രധാനമായിട്ട് എന്താ ചെക്ക് ചെയ്യുന്നുള്ളത്? ആനിമലിൻ്റെ ക്ലെൻലിനെസ്സും അതുപോലെ തന്നെ ബിഹേവിയറാണ് നമ്മൾ ഇതിൻ്റെ കേസിൽ മെഷർ ചെയ്യുന്നുള്ളത് അല്ലേ. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോഴാണ് പിന്നീട് വരുന്നുള്ളത് അല്ലേ. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോഴാണ് നമ്മൾ കർക്കസ് ആയതിനു ശേഷം നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്പെക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിമോർട്ടത്തിൻ്റെ കേസിൽ ബിഹേവിയറും ക്ലെൻലിനെസ്സുമാണ് മെയിനായിട്ട്. പിന്നെ വാട്ട് ഷുഡ് ഫ്ലോർസ് ഇൻ വർക്ക് ഏരിയാസ് ഓഫ് ആൻ അബട്ടറിൻ്റെ കേസിൽ ഫ്ലോർ എങ്ങനെയുള്ളതായിരിക്കണം? കാർപ്പറ്റ് കൊണ്ടുള്ളതാണോ, നോൺ സ്ലിപ്പ് ആൻഡ് ഈസി ടു ക്ലീൻ ആണോ, വുഡൻ ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഏതായിരിക്കണം? ഇതൊന്നുമല്ല, നോൺ സ്ലിപ്പ് ആയിരിക്കണം അല്ലെ. ഫ്ലോർസ് എപ്പോഴും എന്തായിരിക്കണം? നോൺ സ്ലിപ്പ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ടു ക്ലീൻ ആയിരിക്കണം. ഓക്കെ, നോൺ സ്ലിപ്പ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ടു ക്ലീൻ ആയിരിക്കണം. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് ലെഷൻസ് ആർ ചെക്ക്ഡ് ഇൻ ദ അഡറിൻ്റെ കേസിൽ ഏത് ടൈപ്പ് ലെഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അഡറിൻ്റെ കേസിൽ ഏത് ടൈപ്പ് ഓഫ് ലെഷൻസ് ആണ്, അതായത് കളർ ചേഞ്ച് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ എന്തെങ്കിലും സെപ്റ്റിക് മാസ്റ്റൈറ്റിസ് ഉണ്ടോ എന്നാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതല്ല അതിൻ്റെ ടെമ്പറേച്ചർ ആണോ ചെക്ക് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അഡറിൻ്റെ കേസിൽ എന്താ നോക്കുക? സെപ്റ്റിക് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മാസ്റ്റൈറ്റിസിൻ്റെ കേസിൽ എന്തായിരുന്നു? മാസ്റ്റൈറ്റിസിൻ്റെ കേസിൽ നമ്മളേതാ ഡയറി ടെക്നോളജീൻ്റെ പഠിക്കുമ്പോൾ മാസ്റ്റൈറ്റിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അകിട് വീക്കം എന്നാണ് അത് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ മെയിനായിട്ട്. സെപ്റ്റൈറ്റിക് മാസ്റ്റൈറ്റിസ് ആണ് കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, വാട്ട് ഫിസിയോളജിക്കൽ ചേഞ്ച് ഒക്കേഴ്സ്? ഓക്കെ, വാട്ട് ഫിസിയോളജിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് വെൻ ദ നെർവ് സിസ്റ്റം സീസസ് ടു ഫങ്ഷൻ പോസ്റ്റ്മോർട്ടം? അതായത് നമ്മുടെ നെർവ് സിസ്റ്റം സീസസ് ടു ഫങ്ഷൻ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ എന്താ വരിക? ടെമ്പറേച്ചർ റെഗുലേഷൻ ലോസ് ഉണ്ടാവും അല്ലേ. ലോസ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഉണ്ടാവും. സോ വാട്ട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കേഴ്സ് വെൻ ദ നെർവസ് സിസ്റ്റം സീസസ് ടു ഫങ്ഷൻ പോസ്റ്റ്മോർട്ടം? ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ എന്താണ്? ലോസ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ ആണ് വരിക. ലോസ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളത്. ഒന്ന്, സിക്ക് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവാണ്. പിന്നെ ഡിസീസ് ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ഇതും ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ മൂന്നാമത് വരുന്നുള്ളത് മീറ്റ് ടേസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. നാലാമത് ആനിമൽ വെൽഫെയർ എൻഷുർ ചെയ്യുക. അപ്പോൾ ഇവിടെ ആനിമൽ വെൽഫെയറും ഡിസീസ് ട്രാൻസ്മിഷൻ്റെ പ്രിവെൻഷനും അതുപോലെ തന്നെ സിക്ക് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്.
റോങ് ആയിട്ട് വരുന്നത് ഏതൊന്നും മാത്രമേ ഉള്ളൂ, മീറ്റിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കുക. ഡിറ്റർമൈൻ ദ മീറ്റ് ടേസ്റ്റ് മാത്രമാണ് ഇവിടെ റോങ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ നമുക്കത് അതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റൂം ഇൻ അബറ്റോയർ designed for meat storage, which room in abattoir designed for meat storage that is unfit for human consumption പറ്റാത്ത മീറ്റിനെ നമ്മൾ ഏത് റൂമിലേക്കാണ് മാറ്റുന്നത്? കണ്ടംഡ് മീറ്റ് റൂമാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഫിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ചില്ലിങ് റൂമിലോട്ട് പോകും അല്ലേ, അല്ലെങ്കിൽ സ്ലോട്ടറിങ് റൂമിലോട്ട് പോകും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണെങ്കിൽ അത് ചില്ലിങ്ങിലോട്ട് പോകും, അല്ലെങ്കിൽ സ്ലോട്ടറിങ്ങിന് പോകും. അൺഫിറ്റ് ആണെങ്കിൽ അത് കണ്ടംഡ് റൂമിലോട്ട് പോകും. ഇനി അതല്ല ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ വേണമെങ്കിൽ നമ്മളത് എങ്ങോട്ടേക്ക് വിടും? ഡീറ്റെയിൻഡ് റൂമിലോട്ട് വിടും. സോ പിന്നെ ബാക്കിയുള്ള പാർട്ടിസിപ്പേറ്റബിൾ ഒഫാൽ റൂമുണ്ട്, ക്വാളിറ്റി കൺട്രോൾ റൂമുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് റൂംസ് ഉണ്ട്. പക്ഷേ ഇവിടെ അൺഫിറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എങ്ങോട്ടേക്കാണ് വിടുക? കണ്ടംഡ് മീറ്റ് റൂമിലേക്കോട്ടാണ് വിടുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് എസെൻഷ്യൽ ബിഫോർ ഫൈനൽ കർക്കസ് ഡിസിഷൻ? അപ്പോൾ ഫൈനലായിട്ടുള്ള കർക്കസ് ഡിസിഷൻ എടുക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്? ഇവിടെ ഒന്ന് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സെൻസറി ഇവാലുവേഷൻ ആണ്, പിന്നെ വിഷ്വല്, പിന്നെ മാർക്കറ്റ് അസസ്മെൻറ്റ്, പിന്നെ ലാബ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഫൈനൽ കാർക്കസിൻ്റെ ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാബോറട്ടറി ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ലാബോറട്ടറി ടെസ്റ്റാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മുടെ മസിൽസ് ഡെത്തിന് ശേഷം സ്റ്റിഫൻ ആവുന്നത് അല്ലേ? നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മസിൽ എന്തെയും സ്റ്റിഫായി നിൽക്കും. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ATPൻ്റെ ലോസ് നടക്കുന്നുണ്ട് അല്ലേ, ATPൻ്റെ ലോസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടോമയോസിൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ആക്ടോമയോസിൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മസിൽസ് എന്തിന് ശേഷം, നമ്മുടെ ഡെത്തിന് ശേഷം സ്റ്റിഫായിട്ട് പോകുന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്, ആക്ടോമയോസിൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്ത് പറഞ്ഞു, ATPൻ്റെ ലോസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ വൺ മേജർ കോൺസിക്വൻസ് ഓഫ് സ്ട്രെസ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്? നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ആനിമലിന് ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല? സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് ക്വാളിറ്റീനെ അവിടെ അത് ബാധിക്കും. അപ്പോൾ അവിടെ എന്താണ്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കറക്റ്റ് വരിക നമ്മുടെ പോർക്കിൻ്റെ കേസിൽ അത് PSC ആയിട്ട് മാറും, അതുപോലെ തന്നെ DFD ആയിട്ട് മാറും. ബീഫിൻ്റെ കേസിൽ DFD ആവും, പോർക്കിൻ്റെ കേസിൽ അത് PSC ആവും. PSC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൽ സോഫ്റ്റ് എക്സുഡേറ്റീവ് ആണ്. PSC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ DFD എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫേം ഡ്രൈ ആണ്. ഓക്കെ, ഡാർക്ക് ഫേം ഡ്രൈ, അതാണ് DFD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്തോ അല്ലാത്ത സമയത്തോ എന്തെങ്കിലും സ്ട്രെസ്സ് കൊടുത്താൽ എന്താ സംഭവിക്കുക? പോർക്കാണെങ്കിൽ PSC ആയിട്ട് മാറും, BF ആണെങ്കിൽ DFD ആയിട്ട് മാറും. ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം, ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. The veterinary laboratory should be designed with the facilities and equipment for inspection and microbiological test. അപ്പോൾ നോക്കിയേ, എന്താണ്, വെറ്ററിനറി ലബോറട്ടറീസ് ഷുഡ് ബി ഡിസൈൻഡ് വിത്ത് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ്, ദ കണ്ടംഡ് മീറ്റ് റൂം, കണ്ടംഡ് മീറ്റ് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടാന്ന് വെക്കുന്നുള്ള അൺഫിറ്റ് ആയിട്ടുള്ള മീറ്റ്. കണ്ടംഡ് മീറ്റ് റൂം ഷുഡ് ബി ലൊക്കേറ്റഡ് ഫാർ ഫ്രം ദ സ്ലോട്ടർ ഹാളിന് ഏറ്റവും അടുത്തായിട്ടാണ് ഇത് വേണ്ടത്? കണ്ടംഡ് റൂം വേണ്ടത്. ഒരിക്കലും അത് ഫാർ ആവാൻ പാടില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നെക്സ്റ്റ്, അഡീക്വേറ്റ് ഡ്രെയിനേജ്, നമ്മുടെ ഇതിനകത്ത് ലാബറട്ടറിനകത്ത് അഡിക്വേറ്റ് ഡ്രെയിനേജ് വേണം. അതുപോലെ തന്നെ ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സർഫസസ് വേണം. ഇതൊക്കെ എന്താണ്, കറക്റ്റായിട്ട് വരുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ റോങ് ഏതായിരുന്നു? കണ്ടംഡ് മീറ്റ് റൂം എപ്പോഴും എന്താണ്, ഫാർ ആവാൻ പാടില്ല, സ്ലോട്ടർ ഹൗസിനടുത്ത് തൊട്ടടുത്ത് വരുന്ന ഇതായിരിക്കണം. അതാണ് അവിടെ റോങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുള്ളത് ആരാണ്? ഈ നമ്മുടെ അബട്ടോറിൽ വർക്ക് ചെയ്യുന്നുള്ള ഒരാളൊന്നുമല്ല, വേറെ നമ്മുടെ സ്ലോട്ടർ ഹൗസിൻ്റെ ഓപ്പറേറ്റേഴ്സൊന്നുമല്ല. പിന്നെ അവിടെ വരുന്നുള്ളത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്ററിനറിയൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ആൻറ്റിമോർട്ടം എക്സാമിനേഷനൊക്കെ ചെയ്യുന്നുള്ളത്. ഓക്കെ, ആൻറ്റിമോർട്ടം എന്ന് വെച്ചാൽ എന്താണ്, ബിഫോർ ഡെത്താണ്. അപ്പോൾ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ എപ്പോഴും ചെയ്യേണ്ടത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്വാളിഫൈഡ് വെറ്ററിനറിയൻ ആയിരിക്കണം. പിന്നെ വാട്ട് ഹാപ്പൻസ് ടു ദ Z ലൈൻ സ്ട്രക്ചർ? Z ലൈൻ നമ്മൾ മസിലിൻ്റെ കോൺട്രാക്ഷനൊക്കെ പഠിച്ചിരുന്നല്ലോ. ആ Z ലൈൻ സ്ട്രക്ചർ ഇൻ മസിൽ ഡ്യൂറിങ് ദ റെസൊല്യൂഷൻ ഓഫ് റിഗർ മോർട്ടിസ്. അപ്പോൾ റിഗർ മോർട്ടിസിൻ്റെ സമയത്ത് നമ്മുടെ Z ലൈൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവും. ഓക്കെ, എന്ത് പറ്റും? ഡിസിൻറ്റഗ്രേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് എന്താണ്, ഡിസിൻറ്റഗ്രേഷനാണ്. Z ലൈന് എന്ത് പറ്റും? ഡിസിൻറ്റഗ്രേഷനാണ്.
നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് റിക്വയർഡ് ഫോർ ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ആൻറ്റിമോർട്ടം എക്സാമിനേഷന് ഏത് ടൈപ്പ് ആനിമലാണ് വേണ്ടതെന്ന്. ഓൺലി കാറ്റിൽ. അപ്പോൾ അങ്ങനെ ഓൺലി വരുമ്പോൾ ശ്രദ്ധിക്കുക, ഓൺലി കാറ്റിൽ, ഓൺലി പോൾട്രി, ഓൺലി പിഗ്സ്, പിന്നെ ഓൾ ഫുഡ് ആനിമൽസ് ആൻഡ് പോൾട്രി. ഓൾ ഫുഡ് ആനിമൽസ് ആൻഡ് പോൾട്രി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ നമുക്ക് വേണ്ടത്? എല്ലാ ആനിമൽസിനെയും ആണ് അല്ലേ. അപ്പോൾ ഓൾ ഫുഡ് ആനിമൽസ് ആൻഡ് പോൾട്രി ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് സിക്ക് ആനിമൽസ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ സിക്ക് ആനിമൽസിന് എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊവൈഡ് വെറ്ററിനറി ട്രീറ്റ്മെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ. വെറ്ററിനറി ട്രീറ്റ്മെൻറ്റ്, എത്രയും പെട്ടെന്ന് വെറ്ററിനറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഏതിൻ്റെ സമയത്ത്? ട്രാൻസ്പോർട്ടിൻ്റെ സമയത്താണ് കേട്ടോ. ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? വെറ്ററിനറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഏതെങ്കിലും സുഖമില്ലാത്ത ഓർഗാൻസ് ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ഏതാണ് കറക്റ്റ് എന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് വൺ, ക്രാഡിൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രസ്സിങ് കാറ്റിൽ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് വീൽസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്രാഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം? സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ എങ്ങനെയുള്ള വീൽസ് വേണം അതിന്? സോളിഡ് പോളി യൂറത്തെയിൻ വീൽസ് വേണം. ഓക്കെ, പോളി യൂറത്തെയിൻ വീൽസ് വേണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ്, ഗുഡ് ലൈറ്റിംഗ് ആവശ്യമാണ് അല്ലേ. ഗുഡ് ലൈറ്റിംഗ് എത്രത്തിൻ്റെ? 540 ലക്സ് ഈസ് റിക്വയർഡ് ഇൻ സർട്ടൈൻ ഏരിയാസ് ഓഫ് അബട്ടോർ. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, കർക്കാസസ് ഡീറ്റെയിൻഡ് ഫോർ ഫർദർ എക്സാമിനേഷൻ ഷുഡ് ബി റൂട്ടഡ് ടു ദ ക്വാളിറ്റി റൂം. അതായത് എന്താണ് ഫർദർ എക്സാമിനേഷൻ അതായത് ഡീറ്റെയിൻഡ് മീറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് വിടണം? ക്വാളിറ്റി കൺട്രോൾ റൂമിലോട്ട് വിടണം എന്നാണ് പറയുന്നത്. അത് റോങ് ആണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ റൂമിലേക്കല്ല നമ്മൾ എങ്ങോട്ടേക്ക് വിടേണ്ടത്? ഡീറ്റെയിൻഡ് റൂമിലോട്ടാണ് വിടേണ്ടത് അല്ലെ. ഡീറ്റെയിൽ എക്സാമിനേഷൻ പറഞ്ഞ മീറ്റിനെ നമ്മൾ എങ്ങോട്ട് വിടണം? ഡീറ്റെയിൻഡ് റൂമിലോട്ട് വിടണം. ഓക്കെ, അപ്പോൾ അത് റോങ് ആയിട്ട് വരുന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ്, ഹൗ മെനി നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 24 hours നമ്മുടെ ഒരു ആനിമൽ ലോങ് ട്രാൻസ്പോർട്ടിന് ശേഷം, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് ശേഷം ആനിമൽ എത്ര സമയം റെസ്റ്റ് എടുക്കണം? 24 hours റെസ്റ്റ് എടുക്കണം. ഓക്കെ, 24 hours റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മളതിനെ സ്ലോട്ടർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളൊരു കർക്കാസ് നമ്മൾ എന്ത് പറഞ്ഞു? കണ്ടംഡ് മീറ്റാക്കി മാറ്റി, അതായത് അൺഫിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ എഡിബിൾ ഒഫാൽ പാർട്സ് വരുന്നുണ്ട്, ബാക്കിയുള്ള പാർട്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരിക്കലും എന്താണ് കണ്ടം ചെയ്ത മീറ്റിൻ്റെ പാർട്സും കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ ഓൾ റിലേറ്റഡ് പാർട്സ് മസ്റ്റ് ഓൾസോ ബി റിട്രീവ്ഡ് ഫോർ കണ്ടംനേഷൻ. ഓക്കെ, ബാക്കിയുള്ള പാർട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടംന് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്, ഇപ്പോൾ നമ്മൾ ഹെഡാണ് നമ്മൾ പറഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സമയത്ത് ഹെഡ്, അതുപോലെ തന്നെ വിസറ, അതുപോലെ തന്നെ കാർക്കാസ്, ഇത് മൂന്നും ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഹെഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പാർട്സ് എടുക്കാൻ പാടില്ല. വിസറക്കകത്താണ് എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്സ് എടുക്കാൻ പാടില്ല. ഇനി കാർക്കാസിനാണ് പ്രശ്നം കാണുന്നതെങ്കിൽ ഇത് രണ്ടും എടുക്കാനും പാടില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്നിന് പ്രശ്നമാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അതെന്ത് ചെയ്യണം? കണ്ടംറ്റ് മീറ്റ് റൂമിലോട്ട് മാറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്, ഇൻ വിച്ച് കണ്ടീഷൻ ഡസ് മസിൽ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ഒക്കർ? മസിൽ പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ എപ്പോഴും മെയിനായിട്ട് എപ്പോഴാണ് നടക്കുന്നത്? അനേറോബിക് ഗ്ലൈക്കോലിസിസിൻ്റെ കേസിലാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷനകത്ത് മസിൽ കൺട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്, എയറോബിക് മെറ്റബോളിസം കൊടുത്തിട്ടുണ്ട്, പിന്നെ അനേറോബിക് ഗ്ലൈക്കോലിസിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസിൽ പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ നടക്കുന്നത് അനേറോബിക് ഗ്ലൈക്കോലിസിസിൻ്റെ സമയത്താണ്. എപ്പോഴാണ്? അനേറോബിക് ഗ്ലൈക്കോലിസിസിൻ്റെ സമയത്താണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, വാട്ട് ആസ്പെക്റ്റ് ഓഫ് കർക്കാസസ് ഈസ് ഇൻസ്പെക്റ്റഡ് ഫോർ ജനറൽ കണ്ടീഷൻ? ജനറലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുക? ക്ലെൻലിനെസ് നോക്കും അല്ലേ. നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ ക്ലെൻലിനെസ് നോക്കും. ഒരിക്കലും അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്, അതിൻ്റെ ക്ലെൻലിനെസ്സും അതുപോലെ തന്നെ അതിൻ്റെ കളറും ജനറലായിട്ട് നോക്കുമ്പോൾ. ഓക്കെ, ജനറലായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കളറും ക്ലെൻലിനെസ്സും ആണ് നമ്മളവിടെ മെയിനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താണ് ഏറ്റവും സ്ട്രെസ്ഫുൾ പാർട്ട്? നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ഏറ്റവും സ്ട്രെസ്ഫുൾ പാർട്ടായിട്ട് വരുന്നത് ഏതാണ്? ലോഡിങ്ങും ആൻഡ് അൺലോഡിങ് ഓഫ് മീറ്റാണ് ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് വരുന്നുള്ള ഒരു പാർട്ട്. പിന്നെ നെക്സ്റ്റ്, വാട്ട് ഷുഡ് ഹാപ്പൻ ഇഫ് ആൻ ആനിമൽ ഈസ് എക്സസീവ് ഡേർട്ടി? അതായത് അത്രയ്ക്ക് ഡേർട്ടി ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും അല്ലേ. നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ആൻറ്റിമോർട്ടം ചെയ്യുമ്പോൾ 5 ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഡിസിഷൻ എന്താണ്? നമ്മുടെ ആനിമൽ അത്രയ്ക്ക് ഡേർട്ടി ആണെങ്കിൽ നമ്മളതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്താണ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് എടുക്കും അല്ലേ. സെഗ്രിഗേറ്റഡ് ആൻഡ് ക്ലീൻഡ് ബിഫോർ ഇൻസ്പെക്ഷൻ, അതാണ് നമ്മളവിടെ എടുക്കുന്നുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൈ ഈസ് ലോ അൾട്ടിമേറ്റ് പി എച്ച് ഡിസൈറബിൾ ഇൻ മീറ്റ്. പി എച്ച് ലോ ആയിരിക്കുന്നത് എന്ത് നല്ലതാണെന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ റിഗർ മോർട്ടിസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ പി എച്ച് ലോ ആയിട്ട് മാറുന്നുണ്ട്. അത് ഡിസൈറബിൾ ആണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന ലോ പി എച്ചിന് സാധ്യമാവുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ലോ പി എച്ചിന് സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ പി എച്ച് ഡിസൈറബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മീറ്റ് ഇൻസ്പെക്ഷൻ? മീറ്റ് ഇൻസ്പെക്ഷൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? മീറ്റ് ഇൻസ്പെക്ഷൻ്റെ എന്തായാലും നമുക്ക് നല്ലൊരു സേഫ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹോൾസം ആയിട്ടുള്ള മീറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് മീറ്റ് ഇൻസ്പെക്ഷൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ മീറ്റ് ടെൻഡർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. മീറ്റ് ടെൻഡർ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം, പക്ഷേ അതിലും കൂടുതൽ ബെറ്റർ ഏതാണ്, അതിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരുന്നത് സേഫാണ്. അതുപോലെ തന്നെ മീറ്റ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനെന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. പിന്നെ സ്ലോട്ടർ ഹൗസ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനെന്നും കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. സേഫ് ആയിട്ടുള്ള ഒരു മീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് പ്രോസസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഓക്കെ അത് വേണ്ട നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ്, വാട്ട് ടെമ്പറേച്ചർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ പാക്കേജിങ് ആൻഡ് ഡിസ്പാച്ചിങ് ഏരിയ? അപ്പോൾ പാക്കേജിങ്ങിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ ഡിസ്പാച്ചിങ് ഏരിയയിലും നമ്മുടെ മീറ്റിൻ്റെ പാക്കേജിങ് ഏരിയയിലും ഡിസ്പാച്ചിങ് ഏരിയയിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് -40°C ആണ്. അതുപോലെ തന്നെ കട്ടിങ് ആൻഡ് ഡീബോണിങ്ങിൻ്റെ കേസിൽ -12°C ആണ്. -12°C ആണ്, മൈനസ് അല്ല, -20°C. പാക്കേജിങ്ങും ഡിസ്പാച്ചിങ്ങിലും -40°C. ഇവിടെ കട്ടിങ് ഡീബോണിങ് -12°C. എഡിബിൾ ഓഫ് ആൽ റൂം -4°C അല്ലേ. എഡിബിൾ ഓഫ് ആൽ റൂം -4°C മീൻസ് 3°C ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അതൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ക്വാളിറ്റി കൺട്രോൾ റൂം ഇൻ ആൻ അബറ്റോർ? ഒരു അബറ്റോറിനകത്ത് ക്വാളിറ്റി കൺട്രോൾ റൂമിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ലബോറട്ടറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫൈനൽ ഡിസിഷൻസ് നമ്മൾ എടുക്കുക അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഡീറ്റെയിൻഡ് റൂമിലേക്ക് നമ്മൾ മാറ്റും, ഡിലേ ചെയ്യും, അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? നമ്മളതിന് എന്ത് ചെയ്യുക? ഫൈനൽ ഡിസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അതിന് ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് മസ്റ്റ് ഹാപ്പൻ ടു ഡിസീസ്ഡ് ആനിമൽസ് ഡ്യൂറിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ടൈമിൽ ഈ ഡിസീസ്ഡ് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിസീസ്ഡ് ആനിമൽസിനെ എല്ലാ ഡിസീസ്ഡ് ആനിമൽസിനെയും നമ്മൾ കണ്ടംപ്റ്റ് റൂമിലോട്ട് മാറ്റൂല കേട്ടോ. അതായത് ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റും. എന്നിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം, അതായത് ഒന്നാമത് നമ്മുടെ ഹെൽത്തി ആനിമൽസിൽ നിന്ന് നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്യുക, കാരണം മറ്റു ഓർഗാനിസത്തിലേക്ക് അത് എത്താതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഹെൽത്തി ഓർഗാനിസത്തിൽ നിന്ന് അതിനെ സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കുറച്ച് കാലത്തിന് ശേഷം നമ്മളത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, മീൻസ് നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മീറ്റിനെ എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസീസുള്ള മീറ്റിനെ നമ്മൾ എന്ത് ചെയ്യില്ല? കണ്ടംപ്റ്റ് മീറ്റിലോട്ട് മാറ്റില്ല. വളരെ എന്താണ് പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ ട്യൂബർക്കുലോസിസ് അതുപോലുള്ള അസുഖങ്ങളുള്ള മീറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളതിനെ കണ്ടംപ്റ്റ് മീറ്റ് റൂമിലോട്ട് മാറ്റുള്ളൂ. നെക്സ്റ്റ്, പി എച്ച് എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പി എച്ച് ഡിക്ലൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മസിൽ പ്രോട്ടീൻസിൻ്റെ ഡീനാച്ചുറേഷൻ കാരണമാണ്. വാട്ട് ഈസ് ദ പ്രൈമറി കോൺസിക്വൻസ് ഓഫ് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ പി എച്ച്? ഈ പി എച്ച് റിഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആക്ടോമയോസിനൊക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന അത് തന്നെയാണ്, മസിലിൻ്റെ ഡീനാച്ചുറേഷനാണ് നടക്കുന്നത്. മീറ്റിൻ്റെ പി എച്ച് റിഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? അവിടെ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന മസിലിൻ്റെ ഡീനാച്ചുറേഷൻ. ഓക്കെ, മസിലിൻ്റെ ഡീനാച്ചുറേഷനാണ് എന്ത് നടക്കുന്നുള്ളത് ഈ സമയത്ത് നടക്കുന്നത്. പിന്നെ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ, നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ബോഡിനകത്ത് ഒരു ടെമ്പറേച്ചർ റൈസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്? ആ ഓർഗാനിസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ നോക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നുള്ളത്? ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുള്ളത്. അടുത്തത് നമ്മൾ എന്താണ്, ഈ പിഗിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് കൂടുതൽ പ്രോസസ്സിങ് നമ്മൾ അതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കേസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ നമ്മുടെ കാറ്റൽസൊക്കെ എടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഡീഹെയറിങ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനെ ഡീഹെയറിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം
ഡീഹെയറിങ് അല്ല, സ്കാൽഡിങ് അല്ലേ, ഡീഹൈഡിങ്. ഓക്കെ, ഡീഹൈഡിങ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിൻ്റെ എവിസറേഷൻ ചെയ്യുന്നു, സ്പ്ലിറ്റിങ് ചെയ്യുന്നു, അങ്ങനെ ഓരോ പ്രോസസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പിഗിൻ്റെ കേസിൽ നമുക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളത് എന്താണ്? സ്കാൽഡിങ് അല്ലേ, സ്കാൽഡിങ് ആണ് പിഗിൻ്റെ കേസിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ പ്രോസസ്സ് ഏതിൻ്റെ കേസിൽ? പിഗിൻ്റെ കേസിൽ. ഓക്കെ, അഡീഷണൽ പ്രോസസ്സ് പിഗിൻ്റെ കേസിൽ ഏതാണ്? സ്കാൽഡിങ്. അപ്പോൾ അതിനെ സ്കാൽഡിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീഹെയറിങ് ചെയ്തതിന് ശേഷമൊക്കെ അതിൻ്റെ സ്കിൻ റിമൂവൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോ ഓർഗാൻസത്തിൻ്റെയും ഡ്രസ്സിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫോളോവിങ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻ ദാറ്റ് ക്യാൻ മേക്ക് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ? അതായത് കണ്ടംപ്റ്റ് മീറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിലോ കുറവുണ്ടെങ്കിലോ നമ്മളതൊരിക്കലും അൺഫിറ്റ് എന്ന് പറയില്ല. പിന്നെ ആനിമലിൻ്റെ ബ്രീഡ്, ഏത് ആനിമലിൻ്റെ ബ്രീഡ് വെച്ചിട്ടല്ല നമ്മൾ അൺഫിറ്റ് എന്ന് പറയാം. ആനിമലിൻ്റെ ഏജ് വെച്ചിട്ട് നമ്മൾ അൺഫിറ്റ് എന്ന് പറയില്ല. പിന്നെ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? ആനിമൽ ബീയിങ് ഇമാസിയേറ്റഡ്. ഈ വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക ഇതെന്താണ്? അൺഫിറ്റ് മീറ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു വേർഡാണ് മോറിബണ്ട്. ഇത് രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും അവശയായിട്ടുള്ള ഒരു മീറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? മോറിബണ്ട് അല്ലെങ്കിൽ ഇമാസിയേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ആ രണ്ട് വേർഡും വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്? അത് അൺഫിറ്റാണ്. ഓക്കെ, അത് അൺഫിറ്റാണ്. നെക്സ്റ്റ്, നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ pH ഡിക്ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ പറഞ്ഞ pH ഡീനാച്ചുറേഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പോസ്റ്റ്മോർട്ടം pH ഡിക്ലൈൻ നടക്കാൻ, അതായത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അത് ഏജ്, അതുപോലെ തന്നെ സ്പീഷീസ്, അതുപോലെ തന്നെ ടൈം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ഓഫ് ഇയർ. അപ്പോൾ ഇവിടെ സ്പീഷീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ pH ഡിക്ലൈൻ ഉണ്ടാവുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അൾട്ടിമേറ്റ് pH എന്ന് പറഞ്ഞൊരു pH ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അൾട്ടിമേറ്റ് pH എത്തുന്നുള്ളത് ഓരോ സ്പീഷീസിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് ഫീഡാണ് കേട്ടോ. ഫീഡിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല, പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ നമ്മുടെ ഇപ്പോൾ പറഞ്ഞാൽ എന്താണ്? സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ pH ഡിക്ലൈൻ നിൽക്കുന്നുള്ളത്. നെക്സ്റ്റ്, ആൻറ്റിമോർട്ടം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ബിഫോർ സ്ലോട്ടർ. ഓക്കെ, ആൻറ്റിമോർട്ടം എന്ന് പറയുമ്പോൾ ബിഫോർ സ്ലോട്ടർ, പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ സ്ലോട്ടർ. ഓക്കെ, ആ വേർഡ് അത് മറന്നുപോയത്. ആൻറ്റിമോർട്ടവും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും. നെക്സ്റ്റ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞ നമ്മുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എത്ര പറഞ്ഞാൽ 540 ലക്സ്, 110 ലക്സ്, 220 ലക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ്ങിൻ്റെയും ഡീബോണിങ്ങിൻ്റെയും ഏരിയാസിൽ എത്ര വേണം? 220 ലക്സ് വേണം. ഓക്കെ, കട്ടിങ്ങിൻ്റെയും ഡീബോണിങ്ങിൻ്റെയും കേസസിൽ നമുക്ക് എത്ര വേണം? 220 ലക്സ് വേണം. പിന്നെ നമ്മൾ പറയാറുണ്ട് ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട് അല്ലേ? ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഓരോ ഓർഗാൻസത്തിലും എത്രയാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അതൊന്ന് പഠിച്ചു വെക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പിഗിൻ്റെ കേസിലാകുമ്പോൾ 2.5 to 5 പറയാം നമുക്ക്. 2.5 to 5 ആണ് 24 hours ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് വെയിറ്റ് ലോസ് നടക്കുന്നത്. ഇനി ഷീപ്പാണെങ്കിൽ വെറുതെ ലായറേജിൽ നിന്നാലും വെയിറ്റ് ലോസ് ഉണ്ടാവും കേട്ടോ. അതായത് ഒരു 0.9 തൊട്ട് 1.8 kg വരെയാണ് ലായറേജിൽ നിൽക്കുമ്പോഴുള്ള വെയിറ്റ് ലോസ്. ഇനി ഒരു 3.6 kg per 24 hours ആണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ പിഗിൻ്റെ കേസിൽ 2.5 to 5 ആണ് ട്രാൻസ്പോർട്ടിൻ്റെ 5 kg per 24 hours. ഷീപ്പിൻ്റെ കേസിൽ 0.9 to 1.8 ആണ്, 3.6 kilogram per 24 hours ആണ്. ഇത് ലായറേജിലിരിക്കുമ്പോഴാണ്, ഇത് ട്രാൻസ്പോർട്ടിൻ്റെ സമയത്താണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇതുപോലുള്ള എന്താണ് വെയിറ്റ് ലൂസും അതുപോലുള്ള പ്രശ്നങ്ങൾ എന്തിലേക്കാണ് ഉണ്ടാവുന്നുള്ളത്? മോർട്ടാലിറ്റി ഇൻക്രീസ് ചെയ്യും. അല്ല, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? പുവർ ക്വാളിറ്റി ഓഫ് മീറ്റ് ആയിരിക്കും. മീറ്റ് ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചോക്കണേ. 2.4 തൊട്ട് 2.2 തൊട്ട് 5.4 വരെയാണ്. ഞാനതൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു. പിന്നെ 0.9 to 1.8 ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂട്ടും. അതുപോലെ തന്നെ മോറിബണ്ട് എന്ന് പറയുന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് വരും. ക്വാളിറ്റി മീറ്റ് കുറയും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. നെക്സ്റ്റ്, വിച്ച് ഇൻസ്പെക്ഷൻ ഈസ് ലെസ് ഡീറ്റെയിൽഡ്? നമ്മളിപ്പോൾ പറഞ്ഞു ഒരുപാട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ കാറ്റിലിൻ്റെയും പിഗിൻ്റെയും ഒക്കെ പറഞ്ഞു. അതിനകത്ത് ലെസ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് ഷീപ്പിൻ്റെയും അതുപോലെ തന്നെ ഗോട്ടിൻ്റെയും എക്സാമിനേഷനാണ് ലെസ് ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യം വരുന്നത്. ഇപ്പോൾ കാവ്സ് എടുത്താലും, ഒരു കാറ്റിൽ എടുത്താലും, ഒരു പിഗ് എടുത്താലും, ഒരു ഷീപ്പ് എടുത്താലും, ഒരു ഗോട്ട് എടുത്താലും ഏതാണ് ഏറ്റവും കുറവ് ലെസ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ഷീപ്പിനും ഗോട്ടിനും ആണ്. പിന്നെ ഈ റിഗർ മോർട്ടിസ് നമ്മൾ പറഞ്ഞല്ലോ. ഈ റിഗർ മോർട്ടിസിൻ്റെ സമയത്ത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്?
നമ്മുടെ മീറ്റിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്, അത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, റിഗർ മോർട്ടിസിൻ്റെ സമയത്ത് ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്തു പോവും. ഓക്കെ, പിന്നെ ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ എക്സസീവ് ഡേർട്ടായിട്ടുള്ള ആനിമലും അതുപോലെ തന്നെ മോറിബണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ആനിമൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് മാറ്റും. ഓക്കെ, കണ്ടംഡ് മീറ്റ് റൂമിലോട്ട് മാറ്റും. പിന്നെ മീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ വാട്ട് ഈസ് ദ എസെൻഷ്യൽ ഫോർ ദ ഡിസൈൻ ഓഫ് എക്യുപ്മെൻറ്റ് ഇൻ ദ മീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ നമുക്ക് എസെൻഷ്യൽ ഫോർ ദ ഡിസൈനിങ് എക്യുപ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് വരിക ഹൈജീനിക് ഡിസൈനും ഡ്യൂറബിലിറ്റിയുമാണ്. ഹൈജീനിക് ഡിസൈനും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഹൈജീനിക് ഡിസൈനും ഡ്യൂറബിലിറ്റി. നെക്സ്റ്റ്, വാട്ട് ഈസ് ചെക്ക്ഡ് ഡ്യൂറിങ് ദ ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യമായി പറയുന്നത് അല്ലേ, ആനിമൽ വെയിറ്റും മീറ്റ് ക്വാണ്ടിറ്റി ഒന്നും അല്ല നോക്കുക, ക്ലെൻലിനെസ്. ആൻറ്റിമോർട്ടമാണ് ക്ലെൻലിനെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, അത് വീക്കാണോ അത് ഓക്കെ ആണോ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി ഹൗ ഡസ് ദ റെസൊല്യൂഷൻ ഓഫ് റിഗർ മോർട്ടിസ്, നമ്മൾ പറഞ്ഞ റിഗർ മോർട്ടിസ് ഉണ്ടല്ലോ അതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ മീറ്റിൻ്റെ ടെൻഡർനെസ്സിനെ ബാധിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ റിഗർ മോർട്ടിസ് നടന്നിട്ടുണ്ടെങ്കിൽ ടെൻഡർനെസ്സിനെ അത് എൻഹാൻസ് ചെയ്യും. ഓക്കെ, ടെൻഡർനെസ്സിനെ എൻഹാൻസ് ചെയ്യും. അതായത് നമ്മുടെ റിഗർ മോർട്ടിസും ടെൻഡർനെസ്സും തമ്മിൽ ഒരു എഫക്റ്റും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ റിഗർ മോർട്ടിസ് നമ്മുടെ ടെൻഡർനെസ്സിനെ സ്പോയിൽ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം എന്താണ്, അവിടെ ടെൻഡർനെസ്സിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. എന്താണ്, എൻഹാൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ കേസിൽ ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ആ പ്രൈസ്, നമ്മുടെ മീറ്റിൻ്റെ പ്രൈസിന് ഒരിക്കലും പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ ആ ലോട്ടിനകത്ത് എത്രത്തോളം ആനിമൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അതേത് സ്പീഷീസാണ്, ആനിമലിൻ്റെ സെക്സ് ഏതാണ്, അതുപോലെ തന്നെ ഓണറിൻ്റെ നെയിം, ഇതൊക്കെ വേണമെങ്കിൽ പിന്നെയും എന്താണ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആനിമലിൻ്റെ പ്രൈസ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഓക്കെ, ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ്റെ കേസിൽ ആനിമലിൻ്റെ പ്രൈസ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു വെറ്ററിനറി ലബോറട്ടറീൻ്റെ ആവശ്യകത എന്താണ്, ഒരു പെട്ടവറിൻ്റെ കേസിൽ മൈക്രോബയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാം, ലബോറട്ടറിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ്, മൈക്രോബയോളജിക്കൽ ലബോറട്ടറീൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ, ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കാർക്കസ് മീറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കാർക്കസ് മീറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഐഡൻറ്റിഫിക്കേഷൻ വേണമെന്ന്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെജിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോൺ ടോക്സിക് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും. ഓക്കെ, നോൺ ടോക്സിക് മെറ്റീരിയൽസും അതുപോലെ തന്നെ ലെജിബിലിറ്റി അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സ് പെൻസിൽ യൂസ് ചെയ്യും അല്ലെ, വാക്സ് പെൻസിൽ, ടാറ്റു നമ്മൾ പിഗിൻ്റെ കേസിലൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള നോൺ കൊറോസീവ് ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ലെജിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ഈ മീറ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഹൈ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ ഓൺ പോസ്റ്റ്മോർട്ടം ചേഞ്ചസ്. അപ്പോൾ ഹൈ എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഹൈ എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, pH ഡിക്ലൈൻ ചെയ്യും. ഹൈ എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ pH ഡിക്ലൈൻ ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി ഹൈ നോയിസ് ലെവൽസ് ഉണ്ട്, നമ്മൾ പഠിച്ചു നോയിസ് ലെവൽസ്. ലായ് റേഞ്ചിലൊക്കെ എത്ര വരാം, 75 ഡെസിബിൾസിലൊക്കെയാണ് ലായ് റേഞ്ചിൽ വേണ്ട നോയിസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഓഡിറ്ററി സെൻസിറ്റിവിറ്റി എത്രയാണ്, 8,000 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ നോയിസ് ലെവൽസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രെസ്സ് കൂടിയാൽ നമ്മൾ പഠിച്ചു PSCയും അതുപോലെ തന്നെ DFTയും. ഓക്കെ, പോർക്കിൻ്റെ കേസിൽ PSCയും അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ബീഫിൻ്റെ കേസിൽ DST ആണ് വരുന്നത്. പിന്നെ സ്മോൾ അബട്ടവർ, ലാർജ് അബട്ടവർ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. സ്മോൾ അബട്ടവർ 1 to 2 ഏക്കേഴ്സ്, മീഡിയം 2 to 4, മറ്റത് എത്രയായിരുന്നു 4 to 6 ഏക്കേഴ്സ് ആയിരുന്നു വന്നത്. ഇവിടെ എത്രയായിരുന്നു 30,000 ആയിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞത്. ഇവിടെ 50,000 യൂണിറ്റ്സ്, ഇവിടെ 1 lakh. ആ യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ, പിഗ് എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു, പിന്നെ ബോവിൻ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു അല്ലേ. ഷീപ്പും കോട്ടൊക്കെ ആണെങ്കിൽ 3, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത് 5 അല്ലേ, 5 ഷീപ്പും കോട്ടൊക്കെ ആണെങ്കിൽ 5, പിന്നെ കാബ്സ് ആണെങ്കിൽ 3, അതൊക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മൾ ചില സമയത്തല്ല, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡയഫ്രം ചെക്ക് ചെയ്യും. എന്ത് ചെയ്യും, ഡയഫ്രത്തിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷനോ TB ലെഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഫ്രം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡയഫ്രം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇതിന് വേണ്ടിയിട്ടാണ് ടി ബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ട് കോസസ് ദ ലോസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ലോസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് നമ്മളെന്താ പറയുക, നെർവസ് സിസ്റ്റം സീസിങ് ഫങ്ഷൻ, ആ സമയത്താണ് ലോസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. അത് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, വാട്ട് ക്യാൻ എക്സസീവ് വെയിറ്റ് ലോസ്. എക്സസീവ് വെയിറ്റ് ലോസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലല്ലോ അല്ലേ, റിപ്പീറ്റ് ചെയ്ത് പോയി, സോറി. നെക്സ്റ്റ്, ഹൗ ലോങ് പിഗ്സ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് വിത്തൗട്ട് വാട്ടർ. വിത്തൗട്ട് വാട്ടർ, വാട്ടർ ഇല്ലാണ്ട് നമ്മുടെ പിഗിനെ നമുക്ക് എത്ര സമയം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും? 24 hours ആണ് കേട്ടോ. 24 hours ആണ് നമ്മളെ പിഗിനെ നമ്മൾ വിത്തൗട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതിന് അധികം ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻസ്പെക്ഷൻ ഏരിയയിനകത്ത് എത്ര ലൈറ്റ് വേണം? 540 lux ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ഏരിയസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കിന്ന്, നമ്മൾ പിഗിൻ്റെ കേസിൽ സ്കിന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ലെഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിഗിൻ്റെ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് സ്കിന്ന് ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ലെഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ്, മസിലിൻ്റെ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ കുറച്ച് എൻസൈംസിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കാൽപ്പൈൻ, അതുപോലെ തന്നെ കാത്തപ്സിൻ എന്നൊക്കെ പറഞ്ഞ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ വിച്ച് എൻസൈം ബിക്കം more active postmortem and contribute to muscle protein degradation. അവിടെ ഓപ്ഷനിലുള്ളത് അമൈലേസും കാത്തപ്സിനും ലിപ്പേസും പ്രോട്ടീസും ആണ്. അപ്പോൾ ഇവിടെ വരിക ഏതാണ്? കാത്തപ്സിനാണ്. എന്താണ്? കാത്തപ്സിനാണ് പ്രോട്ടീൻ ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലൈറേജ്. ലൈറേജ് പഠിച്ചിട്ടുണ്ടല്ലോ. ലൈറേജിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താ വരുന്നുള്ളത്? ലൈറേജിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ് എന്താണ്, നമ്മൾ സ്ലോട്ടറിന് മുന്നേ നമ്മളതിനെന്ത് പറഞ്ഞു? ഹോൾഡിംഗ് പെൻ എന്ന് പറഞ്ഞു അല്ലേ. ഹോൾഡിംഗ് പെൻ എന്ന് പറഞ്ഞു ലൈറേജിന്. ഹോൾഡിംഗ് പെൻ, അതായത് സ്ലോട്ടറിങ്ങിന് മുന്നേ നമ്മുടെ ആനിമൽസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ലൈറേജിനകത്താണ്. പിന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് എന്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ഈ മീറ്റിൻ്റെ ഫൈനൽ ഡിസിഷനിലോട്ട് എത്തുന്നുള്ളത്? അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ വേണം? അതൊന്ന് ഓർത്ത് വെക്കണേ. അവരുടെ ഒബ്സർവേഷൻസ്, അവർ കണ്ടുപിടിച്ച ഒബ്സർവേഷൻസും അതിൻ്റെ കൂടെ തന്നെ ലബോറട്ടറി ടെസ്റ്റിൻ്റെ റിസൾട്ട്സും, ഇത് രണ്ടും വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഫൈനൽ ഡിസിഷനിലോട്ട് ഇവരെത്തുന്നുള്ളത്. ഓക്കെ, അല്ലാണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തൂല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ PSCയും അതുപോലെ തന്നെ DFDയും. PSCയും അതുപോലെ തന്നെ DFDയും. ഈ പറഞ്ഞിരിക്കുന്ന DFD ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ PH, പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസിൽ ശേഷം ഹൈ PH, എപ്പോഴും എന്താണ് PH കുറയാണല്ലേ വേണ്ടേ. അപ്പോൾ അവിടെ PH കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ DFD ആവും അല്ലേ, നമ്മൾ പഠിച്ചു. DFD ആവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ഈ അബട്ടറിനകത്ത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റൊക്കെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് പോർട്ടബിൾ ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് ഓപ്ഷനകത്ത് ഒരു പക്ഷേ ഹോട്ട് വാട്ടറും ഉണ്ടാവും, പിന്നെ ബോത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബോത്ത്, പോർട്ടബിളും യൂസ് ചെയ്യാറുണ്ട്, ഹോട്ട് വാട്ടറും യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും നോൺ പോർട്ടബിൾ വാട്ടർ അല്ല, അത് ഓർത്ത് വെച്ചാൽ മതി. നോൺ പോർട്ടബിൾ വാട്ടർ എവിടെയാണ്? നമ്മൾ ചില്ലിങ്ങിൻ്റെ കേസിലും സ്റ്റീം ഉണ്ടാക്കാനും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ അല്ലേ, ആ ഫ്രീസിങ്ങിനൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന നോൺ പോർട്ടബിൾ വാട്ടർ യൂസ് ചെയ്യുന്നത്. പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറാണ് ഇപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ മോറിബണ്ട് എന്ന് പറയുന്ന ടേം ഞാൻ പറഞ്ഞല്ലോ. മോറിബണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിയർ ടു ഡെത്ത്, മരിക്കാറായ അവസ്ഥയിലുള്ള ഒരു ആനിമലിനെയാണ് നമ്മൾ മോറിബണ്ട് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ് PH ഓർമ്മയുണ്ടല്ലോ, 5.5 തൊട്ട് 5.7 വരെയാണ് അൾട്ടിമേറ്റ് PH പോകുന്നുള്ളത്. വാട്ട് ഈസ് ദ ലോക്കബിൾ ഫെസിലിറ്റി? നമ്മൾ സാധാരണ എന്താണ് അബട്ടോറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കബിൾ ഫെസിലിറ്റി വേണം. എന്തിനു വേണ്ടിയിട്ട്? സിക്കായിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മാറ്റുന്നുള്ള ആനിമൽസിനെ നമ്മൾ ലോക്കബിൾ ഫെസിലിറ്റിയിലാണ്, അതുപോലെയുള്ള റൂമിലാണ് അതിനെ മാറ്റാറുള്ളത്. ഓക്കെ, മറ്റുള്ള ഓർഗാൻസായിട്ട് മിക്സ് ചെയ്തിട്ടല്ല, സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ലോക്കബിൾ ഫെസിലിറ്റിയിലാണ് അതിനെ കീപ്പ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ട്രഡീഷണൽ ഇൻസ്പെക്ഷൻ ഓഫ് ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും ട്രഡീഷണൽ ഇൻസ്പെക്ഷൻ്റെ കേസിൽ അവർ മെയിനായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസിഷൻസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ലെസ് ഡീറ്റെയിൽഡ് ആണ് ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസിഷൻസ് അവർ നോക്കുന്നില്ല, അതാണ് മെയിൻ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കീ വാരിയബിൾ എഫക്റ്റിംഗ് ആനിമൽ വെൽഫെയർ ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എന്താണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ഹാൻഡ്ലറിൻ്റെ ബിഹേവിയർ അല്ലേ. ഹാൻഡ്ലറിൻ്റെ ബിഹേവിയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സമയത്ത്, അത് എല്ലാ കേസിലും അതെ, ട്രാൻസ്പോർട്ടിൻ്റെ കേസിലും നമുക്ക് പറയണം, മറ്റേ കേസിലും നമ്മൾ പറയണം. നെക്സ്റ്റ്,
വാട്ട് സ്പെസിഫിക് എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് ഫോർ കാബ്സ്. അപ്പോൾ നമ്മൾ ഗോട്ടിൻ്റെയും ഷീപ്പിൻ്റെയും കേസിൽ അവർക്ക് ലെസ് ഡീറ്റെയിൽഡ് ആണെന്ന് പറഞ്ഞു. ഇനി കാബ്സിൻ്റെ എക്സാമിനേഷൻ ആണെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അബോമാസം. ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന അബോമാസത്തിൽ നിന്നാണ് ശരിക്കും നമ്മൾ റെനിൻ എൻസൈംസിന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് നമ്മുടെ റൂമിനൻ്റ് ആനിമൽസിൻ്റെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്നതാണ്, അവരുടെ ബോഡിക്കകത്ത് കാണപ്പെടുന്നുള്ള ഒരു സാധനമാണ് ഈ അബോമാസം എന്ന ഒരു ചേമ്പറാണ്. അപ്പോൾ അതിനകത്തു നിന്നാണ് റെനിൻ എൻസൈംസ് ഒക്കെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അബോമാസവും സ്മോൾ ഇൻഡസ്റ്റൈനും മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഏതിൻ്റെ കേസിൽ? കാബ്സിൻ്റെ കേസിൽ. ഓക്കെ, അബോമാസവും ഇതും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാൾസ് ഇൻ മീറ്റ് പ്രോസസ്സിംഗ് ഏരിയ? വാൾസിൻ്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് മീറ്റ് പ്രോസസ്സിംഗ് ഏരിയയിനകത്ത്? സ്മൂത്ത് ആയിരിക്കണം, ലൈറ്റ് കളേർഡ് ആയിരിക്കണം, ഈസി ടു ക്ലീൻ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഇൻസ്പെക്ടർ ഡ്യൂറിങ് പോൾട്രി ഇൻസ്പെക്ഷൻ? റോൾ ഓഫ് ദ ഇൻസ്പെക്ടർ ഡ്യൂറിങ് പോൾട്രി ഇൻസ്പെക്ഷൻ്റെ കേസിൽ എന്താണ്? ടു ഓവർസീ ദ ലൈൻ സ്പീഡ് ആൻഡ് ഇൻസ്പെക്ഷൻ ക്വാളിറ്റി. ടു ഓവർസീ ദ ലൈൻ സ്പീഡ് ആൻഡ് ഇൻസ്പെക്ഷൻ ക്വാളിറ്റി. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ റിക്വയേഴ്സ് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫ്രം റെഗുലർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ അബട്ടോർ? അപ്പോൾ നമ്മുടെ അബട്ടോറിനകത്ത് വേസ്റ്റ് വാട്ടറും ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ കണ്ടൻറ്റ് മാനുവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള കൺസിഡറേഷൻ വേണം, സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ഓക്കെ, വേസ്റ്റ് വാട്ടറിനെ കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന മാനുവറും ഇൻഡസ്ട്രിയൽ കണ്ടൻറ്റിനൊക്കെ സ്പെഷ്യൽ ഇത് വേണം. പിന്നെ വാട്ട് ഈസ് എക്സാമിൻഡ് ഫസ്റ്റ് ഇൻ ദ പോസ്റ്റ്മോർട്ടം ഓഫ് പോൾട്രി? പോൾട്രീൻ്റെ കേസിൽ ഫസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് മൊത്തം കാർക്കാസിനെയാണ് കേട്ടോ. മൊത്തം കാർക്കാസിനെയാണ് ഫസ്റ്റ് പോൾട്രീൻ്റെ കേസിൽ എക്സാമിൻ ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് ആനിമൽ ഈസ് നോൺ ടു സഫർ ഫ്രം അക്വാർഡ് കാർഡിയാക് ഡൈലേഷൻ? നമ്മൾ പറഞ്ഞല്ലോ കാർഡിയാക് സ്ട്രോക്ക് അതൊക്കെ വരുന്നുള്ളത് ഏതിൻ്റെ കേസിലാണ്? പിഗിൻ്റെ കേസിൽ. എപ്പോഴും നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വിടുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ വരും. പിന്നെ കിഡ്നി ചെക്ക് ചെയ്യാറുണ്ട്. എന്താണ് നമ്മുടെ പിഗിൻ്റെ കേസിൽ കിഡ്നി ചെക്ക് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് കിഡ്നി ചെയ്യുന്നുള്ളത്? എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റമിക് ചേഞ്ചസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ കിഡ്നീസ് ചെക്ക് ചെയ്യുന്നുള്ളത്. ഏതിൻ്റെയാണ്? പിഗിൻ്റെ കേസിലാണ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ? ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ എപ്പോഴും എന്താണ്? ആൻറ്റി സ്ലിപ്പ് ഫ്ലോർസ് ആയിരിക്കണം. ആൻറ്റി സ്ലിപ്പ് ഫ്ലോർസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എവിടെ യൂസ് ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം പോൾട്രീൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഹോൾ കാർക്കസാണ് നമ്മൾ ഈ ഡീഫെദറിങ് ചെയ്തതിന് ശേഷം, അതായത് അതിനകത്തുള്ള ഫെദറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മൊത്തം കാർക്കസാണ് പോൾട്രി ഇൻസ്പെക്ഷൻ്റെ സമയത്ത് അവർ ചെക്ക് ചെയ്യുന്നുള്ളത് കേട്ടോ. പിന്നെ വാട്ട് ഈസ് ചെക്ക്ഡ് ഡ്യൂറിങ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ആനിമൽസ് ഷോയിങ് സൈൻസ് ഓഫ് ലോക്കലൈസ്ഡ് കണ്ടീഷൻസ് ലൈക്ക് ആബ്സെസസ്? ഓക്കെ, ആബ്സെസസ് പോലുള്ള കണ്ടീഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക, എന്നിട്ട് ഡീറ്റെയിൽഡ് എക്സാമിനേഷന് അണ്ടർഗോ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മളത് ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുറച്ച് PYQs കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം PYQ ഡിസ്കഷൻ്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ജോണ്ടിസ്, അതായത് ജോണ്ടിസും അതുപോലെ തന്നെ കരോട്ടിൻ പിഗ്മെൻറ്റേഷൻ, ഇതിനെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PYQൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പാർട്ട് 1? അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എ ടെസ്റ്റ് ടു ഡിഫറൻഷ്യേറ്റ് ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെൻറ്റേഷൻ ഇൻ മീറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിമ്മിങ്ടൺ ആൻഡ് ഫൗറി ടെസ്റ്റാണ്. റിമ്മിങ്ടൺ ആൻഡ് ഫൗറി ടെസ്റ്റാണ് നമ്മൾ ജോണ്ടിസിൻ്റെയും അതുപോലെ തന്നെ കരോട്ടിൻ പിഗ്മെൻറ്റേഷനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ജോണ്ടിസ് എന്തുകൊണ്ടായിരിക്കും? എക്സസീവ് ബൈൽ പിഗ്മെൻറ്റ്സ് കൊണ്ടാണ് ജോണ്ടിസ് ഉണ്ടാകാനുള്ള സാധ്യത. അല്ലെ, നമുക്കറിയാം ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം അല്ലേ, അത് ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാണ്? ബൈൽ പിഗ്മെൻറ്റ് എക്സസീവായിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ടാണ്. ഈ ബൈൽ പിഗ്മെൻറ്റ് കൂടുതൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ലിവർ ഡിസീസ് ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ലിവർ ഡിസീസ് ഉണ്ടാകുമ്പോൾ ബൈൽ പിഗ്മെൻറ്റിൻ്റെ കൂടുതൽ വരും. അപ്പോൾ അതൊരു യെല്ലോ കളറിഷ് അവിടെ ഫോം ചെയ്യുന്നു. ഈ കരോട്ടിൻ്റെ കളർ നമുക്കറിയാം, അതും ഒരു യെല്ലോ കളറാണ്. അപ്പോൾ അതിന് കരോട്ടിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന റിമ്മിങ്ടൺ ഫൗറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിമ്മിങ്ടൺ ഫൗറി ടെസ്റ്റ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.